നമസ്കാരം സുഹൃത്തുക്കളെ. ഹലാൽ എന്നത് കേരളത്തിൽ ഒരുപാട് വാർത്തയാവുകയും ചർച്ച ചെയ്യുകയും വിവാദമാവുകയൊക്കെ ചെയ്ത ഒരു സംഗതിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഹലാൽ അധികം ചർച്ചയില്ല. അത്യാവശ്യം മനസ്സിലാവേണ്ടവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. തുടക്ക സമയത്ത് ഇതിൻ്റെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ആ സമയത്ത് ഹലാൽ എന്നത് വൃത്തിയുള്ളത് എന്ന തരത്തിൽ മാത്രമാക്കി ഇതിനെ മറ്റൊന്നുമല്ല, വിവാദമൊന്നുമല്ല, മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ല, വെറും വൃത്തിയുള്ളത് എന്ന അർത്ഥത്തിലാണ് എന്ന തരത്തിൽ ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വരെ വാർത്താസമ്മേളനത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അത്യാവശ്യം ബുദ്ധിയും ബോധവും വിവരമുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലായി, ഇതങ്ങനെയല്ല, ഇത് മതപരമായിട്ടുള്ള സംഗതി തന്നെയാണ് എന്നും ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്നും അതിന് ഇത്ര തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ വേണമെന്നും, അതായത് പ്രത്യേക മത വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ് ഇത് ചെയ്യേണ്ടതെന്നും അത് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണമെന്നും എങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് അത് ഹലാൽ മുദ്ര കിട്ടുമെന്നും ഒക്കെ പിന്നീട് ആളുകൾ മനസ്സിലാക്കി. അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് മനസ്സിലാക്കിയ മറ്റു മതസ്ഥർ അത്തരം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഈ സംഗതിയൊക്കെ ഇവിടെ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പരസ്യമായിട്ട് ഒരു സംരംഭകൻ ഈ കാരണം പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകുകയാണ്. ഷാനു ബിൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മലേഷ്യയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കുറേ കാലമായിട്ട് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ അദ്ദേഹം വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ആദ്യമായിട്ടാണത്രേ അദ്ദേഹം വർക്കലയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നപ്പോൾ അവിടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടുപോയ കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ ഈ പ്രോഡക്റ്റ് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. എനിക്കിത് വേണ്ട, ഇത് ഹലാലാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കണ്ണിലേക്ക്, മുഖത്തേക്ക് ഇയാൾ കുറേ നേരം അന്തം വിട്ടിങ്ങനെ നോക്കി നിന്നും ഒടുവിൽ അവരോട് പറയുന്നു, ദാറ്റ് ഇസ് ദ പവർ ഓഫ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു എന്നാണ് അയാൾ ആ പോസ്റ്റിലൂടെ പറയുന്നത്. സുഹൃത്തെ, അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കുഴപ്പമല്ല. പൊതുവെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിങ്ങളുടെ പോലുള്ള കുറേ ആളുകൾ എയറിലാണ്, നിങ്ങളുടെ വിശ്വാസമടക്കം പല കാര്യങ്ങളും എയറിലാണ്. കൂട്ടത്തിൽ ജനങ്ങൾ കുറേ സത്യം മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് മാത്രം കൂട്ടിയാൽ മതി ഇത്തരം കാര്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സാധനത്തിൽ വരെ ഇതുപോലെ ഹലാൽ ലേബൽ ഒട്ടിച്ച് വിൽക്കാമെങ്കിൽ അത്തരം സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം അത് വാങ്ങുന്നവർക്കുണ്ട്. തീർച്ചയായിട്ടും അവരാദ്യം വാങ്ങിയപ്പോൾ അങ്ങനത്തെ ഒരു മുദ്ര അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. പിന്നീട് നോക്കിയപ്പോഴായിരിക്കും ഈ മുദ്ര കണ്ടത്. അതുകൊണ്ട് തങ്ങൾക്ക് ഇത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തീർച്ചയായിട്ടുമുണ്ട്. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കുന്നതോ വിതരണം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതിന് ഹലാൽ മുദ്ര ഉള്ളത് നോക്കി അത് വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ടോ അത്ര തന്നെ അത് വേണ്ടാന്ന് വെക്കാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഇങ്ങനെ കിടന്നിട്ട് മോങ്ങിയിട്ടൊരു കാര്യവുമില്ല. ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. ഇപ്പോൾ ഈ ഷാനു ബിൻ മുഹമ്മദ് എന്ന വ്യക്തി പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ബിസ്ക്കറ്റിൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിനെ കാണുന്നത് ഇയാളുടെ ഈ കുരുട്ടു ബുദ്ധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. മറ്റൊന്നുമല്ല, ഇയാളുടെ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണ്. കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ കാരണം. ഇത് ഈ രീതിയിൽ ഇത് നിരസിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കുമ്പോൾ ഇയാളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇത് വാശിയോടെ വാങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. അതിൽ മറ്റു മതസ്ഥർക്കൊന്നും ചെയ്യാനില്ല, സ്വന്തം മതസ്ഥരെ തന്നെ പറ്റിച്ച് ഈ സാധനം അവരുടെ ഇടയിൽ കൂടുതൽ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അയാൾ ഈ ഹലാൽ എന്ന ഈ മുദ്ര ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ സംഗതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതാണെങ്കിലും ഇനി ശരിക്കുള്ളതാണെങ്കിലും ഹലാൽ എന്ന ഈ മുദ്ര വെച്ച പ്രോഡക്റ്റുകൾ, അത് പാക്കറ്റ് ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾ, അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരു പ്രോഡക്റ്റ് ചെന്ന് വാങ്ങാൻ വേണ്ടി നോക്കുന്നു. അതിൻ്റെ വില നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ഹലാൽ ഉള്ളതാണോ എന്ന് നോക്കുന്നു, ഹലാൽ മുദ്രയുള്ളതാണോ നോക്കുന്നു. ഹലാൽ മുദ്ര ഉള്ളതാണെങ്കിൽ അത് എത്ര നല്ലതാണെങ്കിൽ കൂടിയും വാങ്ങാതെ പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ ഈ കേരളത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന കാര്യമാണ്. പലരും ചില സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഹലാൽ മുദ്ര ഉണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ വെച്ചിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഇത് സൗദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങളോ ഒന്നുമല്ല എന്ന് ഓർക്കുക. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിങ്ങളുടെ മതത്തിൻ്റെ സ്റ്റിക്കറും വെച്ച് നിങ്ങൾക്ക് ഹലാൽ മേടിച്ചൊരു പ്രോഡക്റ്റ് ഇറക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.